സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. നിങ്ങൾ സൗമ്യതയുള്ളവരാണോ? നിങ്ങൾ ഭൂമിയെ കൈവശമാക്കും. നിങ്ങളെ ശത്രുവിന് സഹിക്കാൻ കഴിയില്ല. യേശുവിൻ്റെ കർണത്ത് അവരടിച്ചു, തലയിൽ മുൾക്കിരീടം വെച്ചു, യേശുവിൻ്റെ മുഖത്ത് തുപ്പി. യേശു അല്ലാതെ താണു, വളരെ താണു. നമ്മുടെ കർത്താവ് സ്വർഗം വിട്ടിറങ്ങിയത് തന്നെ താഴ്ചയാണ്. അവിടെ നിന്ന് വീണ്ടും താണു, ക്രൂശിലും മരണത്തോളം താണു. പ്രിയപ്പെട്ടവരങ്ങ് ഇല്ലാണ്ടാകുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ടോ? താഴുന്നവർക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവും. സൃഷ്ടികർത്താവിനെ അടിച്ചു. എല്ലാം നഷ്ടപ്പെടുന്നത് പോലെ, ഇല്ലാതാകുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് നിങ്ങൾ താഴ്ന്നു കൊടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ സൗമ്യനായതുകൊണ്ടാണ്. ഒന്നും നഷ്ടപ്പെടില്ല കേട്ടോ. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ദൈവം നിനക്ക് ഭൂമിയെ തരും, ലോകത്തിൻ്റെ വെളിച്ചമാകും. നീ ഭൂമിയുടെ ഉദ്ഭാഗം. ഉരുകി അവസാനിക്കുന്ന പോലെ നിന്റെ ജീവിതം അങ്ങനെ തീരുന്നത് പോലെയൊക്കെ നിനക്ക് അനുഭവപ്പെട്ടാലും, നീ തീർന്നു എന്ന് ലോകം വിധിയെഴുതിയാലും, പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഭൂമിയെ കൈവശമാക്കും. എവിടെയാണോ നീ ഒരുക്കി തീർന്നത് അവിടെ രാജാവായി എഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൻ്റെ സമൃദ്ധി ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ആനന്ദം കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കും. സമാധാനം ഉണ്ടാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. അവരെപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സമാധാനം ഉണ്ടാക്കുന്നവനായിരുന്നു. ഒന്നും നഷ്ടപ്പെടില്ല, ഒന്നും നഷ്ടപ്പെടില്ല. നിങ്ങളെല്ലാം തിരിച്ചു പിടിക്കും. നിങ്ങൾ ആദ്യം തിരിച്ചു പിടിക്കാൻ പോകുന്നത് നിങ്ങളുടെ സമാധാനമാണ്. നിങ്ങളിങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? സമാധാനത്തിൻ്റെ സമൃദ്ധി ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ആയുസ്സിൽ സമാധാനത്തിൻ്റെ സമൃദ്ധി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആനന്ദിക്കും. വാഗ്ദത്ത വചനമാണ്. ഒന്നും തീർന്നിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. വാഴുന്നത് സ്വർഗമാണ്. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല. നമുക്ക് മനുഷ്യരോട് ആരോടും ശത്രുതയില്ല. എന്നാൽ ഇവിടെ നമ്മെ തളർത്തുന്നത് ഇരുട്ടിൻ്റെ ശക്തികളാണ്, അന്ധകാര ശക്തികളാണ്. ദൈവം അതിനെ കൊതുക്കും. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നത്, ഭിന്നതയുണ്ടാക്കുന്നത്, അസമാധാനം വിതയ്ക്കുന്നത് ഇരുളിൻ്റെ ശക്തികളാണ്. അതിനൊക്കെ ദൈവം കൈകാര്യം ചെയ്യും. നിങ്ങൾ താഴ്ന്നു കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ താഴ്ന്നോ. വിടുതലുണ്ട്, നന്മയുണ്ട്, ആനന്ദമുണ്ട്, സമാധാന സമൃദ്ധിയുണ്ട്. വിശ്വസിക്കുക. സത്യമാണ്, വചനമാണ്. വിശ്വാസത്തോടെ വചനത്തെ സ്വീകരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.